അനൂപ്, എന്തായാലും രാജ്നാഥ് സിംഗ് ഒരു ഉറപ്പ് നൽകി കഴിഞ്ഞു. എന്താണ് രാജ്യം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമന്ത്രി നടപ്പാക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് പലതിനും സേനകൾ തയ്യാറെടുക്കുന്നു എന്ന് പറയാം. തിരിച്ചടിക്ക് സേനകൾ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ ചുവടും ശ്രദ്ധയോടെ വെക്കാനാണ് സേനകൾ ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ എക്സിൽ കണ്ട ഒരു ട്വീറ്റ്, പഴയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് തിരിച്ച് ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നു എന്നാണ്. ഈ ട്വീറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഗാന്ധിനഗറൊക്കെ കഴിഞ്ഞ് അഹമ്മദാബാദിലേക്ക് 2 ഹെലികോപ്റ്ററുകൾ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ലിയോണാർഡോ AW139 എന്ന 2 ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പഴയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകളാണ്. എന്തായാലും വിദേശ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ഇപ്പോഴും തടസ്സമില്ല. പക്ഷേ ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുന്നു എന്നതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പരാമർശിച്ചത്. പഹൽഗാമിലെ കൂട്ടക്കൊല നടന്നിട്ട് നമുക്കറിയാം, ചൊവ്വാഴ്ച 2 ആഴ്ച പൂർത്തിയാവുകയാണ്. തിരിച്ചടിക്ക് ഇത്രയും സമയം വേണമോ എന്നൊക്കെ ചർച്ചയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് യോഗത്തിലുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതൊക്കെ കണ്ടു. എന്നാൽ സമയം, രീതി, ലക്ഷ്യം എന്നിവ സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി സേനാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മോദി ഈ നിർദ്ദേശം നൽകിയതിന് ശേഷവും സേനകൾ വെറുതെ ഇരിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിർത്തിയിലടക്കം പല നീക്കങ്ങളും സേനകൾ നടത്തുന്നുണ്ട്. അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ചു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേനാധ്യക്ഷന്മാർ വെവ്വേറെ മോദിയെ കണ്ട് പദ്ധതി ചർച്ച ചെയ്യുന്നതും കഴിഞ്ഞ ഒരാഴ്ചയായി കാണാനാകുന്നുണ്ട്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആദ്യം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇതിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ന് ഉച്ചയ്ക്ക് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും മോദിയെ കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനാൽ സേനകളുടെ പദ്ധതി രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഭീകരരെ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിക്കാൻ കഴിയും എന്നാണ്. ഇവർ സഞ്ചരിച്ച റൂട്ടൊക്കെ മനസ്സിലാക്കാൻ സേനയ്ക്കും പോലീസിനും കഴിഞ്ഞിരുന്നു. എന്നാൽ അനന്ത്നാഗ് മേഖലയിലെ കാടുകളിൽ ഇവർ ഇപ്പോഴും ഒളിച്ച് കഴിയുകയാണ് എന്നതാണ് പോലീസിന് കിട്ടുന്ന സൂചന. സൈന്യം ഈ മേഖല വളഞ്ഞു കഴിഞ്ഞു, ഇവരെ വൈകാതെ പിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാം. ഇവർ പാക് അധീന കശ്മീരിലേക്ക് കടന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ സർക്കാർ വൃത്തങ്ങൾ അത് സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചർച്ചകൾ. തൽക്കാലം എന്തായാലും അതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല, വലിയ സൈനിക നീക്കങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ഈ സിന്ധു നദീജല കരാർ അംഗീകരിക്കാതെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തിനും തയ്യാർ എന്ന സന്ദേശം തന്നെയായി നമുക്ക് കണക്കാക്കേണ്ടി വരും. ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകാൻ ഇപ്പോൾ ഇന്ത്യക്ക് അതിർത്തി കടക്കേണ്ടതില്ല എന്നതാണ് പലരും വിലയിരുത്തുന്നത്. അതുകൊണ്ടൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയി അല്ലെങ്കിൽ അതിർത്തി കടന്നൊരു യുദ്ധം നടത്തേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അത് നടപ്പാക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നാണ് കഴിഞ്ഞ തവണ ബാലാക്കോട്ടിൽ എത്തി ബോംബിട്ട് തിരിച്ചു പറന്നത്. ഇന്ന് ഇന്ത്യയുടെ പക്കൽ റഫാൽ വിമാനങ്ങളുണ്ട്. ഏതാണ്ട് 300 കിലോമീറ്റർ അകലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ അവയിൽ നിന്ന് പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട്. ബഹാവൽപൂരിലെ അടക്കം ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ തകർക്കാൻ കഴിയും. സുഖോയ് വിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിക്കാൻ കഴിയും. നാഗാസ്ത്ര അടക്കമുള്ള ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് ഇവയും വലിയ രീതിയിൽ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യ പ്രയോഗിക്കാനുള്ള സാധ്യത എന്തായാലും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ 2 കാര്യങ്ങൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഒന്ന്, ആണവ യുദ്ധം എന്ന ഭീഷണി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പാകിസ്ഥാൻ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ മന്ത്രിമാർ ആണവ യുദ്ധം നടക്കും, ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ പറയുന്നത്. ഇന്ന് റഷ്യയുടെ അംബാസഡറും ഇക്കാര്യം പറഞ്ഞു. അതായത് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ മുഹമ്മദ് ഖാലിദ് ജമാലി എന്ന വ്യക്തിയാണ് ഇന്ന് ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖോജ ആസിഫ് ഇക്കാര്യം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രി ഇക്കാര്യം പറഞ്ഞത് കേട്ടതാണ്. വിദേശകാര്യമന്ത്രി പറഞ്ഞത് കേട്ടതാണ്. ഇവരെല്ലാം തന്നെ വിദേശ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂകളൊക്കെ നൽകി ഇക്കാര്യം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് UN അടക്കം ഇപ്പോൾ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടിലേക്ക് വരുന്നു. അപ്പോൾ അതിനുള്ളൊരു തന്ത്രമാണ് പാകിസ്ഥാൻ പ്രയോഗിക്കുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായാൽ ആണവ ആയുധം പ്രയോഗിക്കും എന്ന് ലോകരാജ്യങ്ങളെ ഇപ്പോൾ ബോധ്യപ്പെടുത്തുകയാണ്. പാക് അധീന കശ്മീരിൽ ബങ്കറുകൾ ഉണ്ടാക്കിയും ഗ്രാമീണർക്ക് യുദ്ധം നേരിടാനുള്ള പരിശീലനം നൽകിയും ഒക്കെ ചില തയ്യാറെടുപ്പുകൾ എന്തായാലും പാകിസ്ഥാൻ നടത്തുന്നു. അതും അവർ ഭയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം. പക്ഷേ സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ പാലിക്കില്ല എന്നറിയിച്ചതാണ് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചോരപ്പുഴ ഒഴുകും എന്നൊക്കെ ബിലാവൽ ഭൂട്ടോ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുദ്ധം ചെയ്തോളൂ എന്നാണ് പാകിസ്ഥാന് ഇന്ത്യ എന്തായാലും നൽകുന്ന സന്ദേശം എന്ന് പറയാം. കാരണം ഇന്നും നദീജലം നൽകുന്നത് കുറയ്ക്കാൻ ഇന്ത്യ നിശ്ചയിച്ചു.
ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കാണ് ഇന്ത്യ കുറച്ചിരിക്കുന്നത്. ഈ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് കുറച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത് കുറച്ചു കാലത്തേക്കുള്ള ഒരു ശിക്ഷാ നടപടി എന്നൊക്കെയാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. എത്ര ദിവസം തുടരും എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതുപോലെ ഝലം നദിക്ക് കുറുകെയുള്ള കിഷൻ ഗംഗ പദ്ധതിയിലും ഏതാണ്ട് ഇതേ നീക്കം വൈകാതെ ഉണ്ടാകും എന്ന സൂചന ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. നേരത്തെ ഉറി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടപ്പോൾ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. അതായത് ജലയുദ്ധം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താം. പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയ പോലെയൊന്നും പ്രതികരിച്ച് ഇതുവരെ കാണുന്നില്ല. BSF ജവാനെ പിടിച്ചു വെച്ച ചില നാടകങ്ങളൊക്കെ നടത്തി വിലപേശാനുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇതുവരെയും ആ ജവാനെ വിട്ടയച്ചിട്ടില്ല. അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ റേഞ്ചറെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് പിടികൂടാൻ കഴിഞ്ഞതോടെ ഏതാണ്ട് ആ നാടകവും അവസാനിച്ചിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് പാകിസ്ഥാനെ പോലെ ബഹളം വെക്കാതെ ഇന്ത്യ ശാന്തമായി ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ട്. അടിക്കേണ്ട സമയത്ത് സൈന്യം അടിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരിക്കാനേ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് പ്രശാന്ത് രഘുവംശമാണ് ഇന്നത്തെ വിവരങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് ഒരു ആമുഖം എന്ന രീതിയിൽ എത്തിച്ചത്.